സ്പെഷ്യൽ എഗ് വിൻഡാലോ. ഇതൊരു ഗോവൻ ഡിഷാണ്. നിങ്ങൾക്ക് അവിടെ എന്താണ് സ്പെഷ്യൽ? മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. മുട്ട നന്നായിട്ട് വഴണ്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീയെന്നെടുത്ത് മാറ്റാം. ഇനി വിൻഡാലയ്ക്ക് വേണ്ടിയുള്ള മസാല പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഓരോ ടേബിൾ സ്പൂൺ മല്ലി, ജീരകം, 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലക്ക എടുത്തിട്ടുണ്ട്. കാശ്മീരി ഉണക്കമുളക് ഞാനിവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി. ഇനി ഇത് മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. സ്പൈസ് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വെന്ത് നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സവോളയിലൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഒന്നും കൂടെ മസാലയൊന്ന് ചെറുതായിട്ട് ചൂട് വരുമ്പോൾ നമുക്ക് അരപ്പിൻ്റെ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഗ്രേവി തിളയ്ക്കുന്നതിനും വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഓരോ ടീസ്പൂൺ വീതം വാളംപുളിയും ബ്രൗൺ ഷുഗറും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഗ്രേവി തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചെറിയ തീയിൽ ഗ്രേവിയിൽ ഒന്നും കൂടി ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഇതിൻ്റെ സ്പൈസൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും മുട്ടയിൽ. ഗ്രേവി തിളച്ച് കഴിഞ്ഞപ്പം മസാലയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എഗ് വിൻഡാലോ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്.